ഓസ്ട്രേലിയൻ നഗരമായ സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ കഴിഞ്ഞ ആഴ്ച ഭീകരാക്രമണം നടന്നു. ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ ഹനൂക്ക ആഘോഷത്തിനിടെയാണ് ആക്രമണം നടക്കുന്നത്. 15 പേർ കൊല്ലപ്പെടുകയും 40ഓളം ആളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. അക്രമികൾ പിതാവും മകനുമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിതാവ് സാജിദ് അക്രം 50 വയസ്സ് സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടു. മകൻ നവീദ് അക്രം 24 വയസ്സ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത് അക്രം 1988 ഓസ്ട്രേലിയയിൽ കുടിയേറിയ ആളാണ്. അദ്ദേഹം ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഇന്ത്യൻ പാസ്പോർട്ടാണ്. ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ ആഴ്ച ഫിലിംസ് സന്ദർശിച്ചു എന്ന് അധികൃതർ സ്ഥിരീകരിക്കുന്നു. 1996 പോർട്ടർ ആർതർ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഓസ്ട്രേലിയയിൽ അരങ്ങേറുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് കഴിഞ്ഞ ആഴ്ച നടന്നത്. ബോണ്ടി ബീച്ചിൽ ആഘോഷത്തിൽ പങ്കെടുക്കാനായി നിരവധി ആളുകൾ എത്തിച്ചേർന്നിരുന്നു. തൊട്ടടുത്ത് പച്ചക്കറി വ്യാപാരം നടത്തുന്ന അഹമ്മദ് അൽ അഹമ്മദ് എന്ന ആൾ ഇടപെട്ട് ആക്രമികളെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുമായിരുന്നു. ജീവൻ പണയം വെച്ച് ആക്രമികളെ തടഞ്ഞ അഹമ്മദ് അൽ അഹമ്മദിയെ രാജ്യത്തിൻ്റെ ഹീറോ ആയി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആൻ്റണി അൽബനീസ് പ്രഖ്യാപിച്ചു. സിഡ്നിയെ ഇരുട്ടിലാക്കാൻ ശ്രമിച്ച ആക്രമികൾക്ക് മുമ്പിൽ അഹമ്മദ് അൽ അഹമ്മദി ജ്വലിച്ചു നിന്നു. അദ്ദേഹത്തിൻ്റെ ധീരത പരക്കെ വാഴ്ത്തപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അഹമ്മദിനെ ഹീറോ എന്ന് വിശേഷിപ്പിച്ചു. സിറിയൻ വംശജനായ അഹമ്മദിൻ്റെ പൂർണ്ണമായ പേര് അഹമ്മദ് ഹാത്തിം അൽ അഹമ്മദ് എന്നാണ്. 2006 അദ്ദേഹം ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. അദ്ദേഹത്തെ തങ്ങളുടെ ആളാക്കാൻ ചിലർ ശ്രമിച്ചു. നെതന്യാഹു പറഞ്ഞത് അഹമ്മദിയെ അഭിനന്ദിക്കുന്നതോടൊപ്പം അദ്ദേഹം ഒരു ജൂതനാണെന്ന് പറയുകയും ചെയ്തു. ഇത് ബോധപൂർവമായ ഒരു കളവായിരുന്നു. ജൂതന്മാരുടെ പോരാട്ട വീര്യത്തിൻ്റെ ഉദാഹരണമായിട്ടാണ്, നിദർശനമായിട്ടാണ് നെതന്യാഹു ചിത്രീകരിച്ചത്. കളവ് പിടിക്കപ്പെട്ടപ്പോൾ നെതന്യാഹു പിന്നീട് മാപ്പ് പറയുകയും തെറ്റ് തിരുത്തുകയും ചെയ്തു. അഹമ്മദിനെ ലെബനീസ് ക്രിസ്ത്യാനിയായി, നല്ല സമരിയക്കാരനായി, നല്ല ഇടയനായി കത്തോലിക്ക സഭയുടെ മുഖപത്രവും വിശേഷിപ്പിച്ചു. അഹമ്മദ് ജൂതനോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.